കോടമൺ സെയിന്റ് ബെഹനാൻസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ വിശുദ്ധ കുർബാന മധ്യേ നടത്തിയ പ്രസംഗം. ഇന്ന് നമ്മളുടെ ഇടവകയുടെ തിരുനാൾ ആഘോഷിക്കുന്ന അവസരം. ഈ വർഷത്തെ തിരുനാളിന് ദൈവത്തിന് നന്ദി പറയാൻ ധാരാളം കാരണങ്ങളുണ്ട്. നമ്മുടെ ദേവാലയം കുറേ കൂടി മനോഹരമായി ഇന്ന് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു. സ്വർഗത്തിൻ്റെ പ്രതിരൂപമാണ് യഥാർത്ഥത്തിൽ മദബ. സ്വർഗത്തെപ്പറ്റിയുള്ള ദർശനം ഉൾക്കൊണ്ടവരുണ്ട്. നമ്മുടെ സാധാരണ മനുഷ്യർ സ്വർഗത്തെ മനസ്സിൽ നാം ഭാവനയിൽ കണ്ടുകൊണ്ട് സ്വർഗത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. അതിൻ്റെ നേരിയ പ്രതിച്ഛായയെങ്കിലും ആവിഷ്കരിക്കാനുള്ള പരിശ്രമമാണ് നമ്മുടെ മതബഹാകൾ കൂടുതൽ മനോഹരമാക്കിക്കൊണ്ട് നാം ചെയ്യുന്നത്. അത് നമ്മുടെ ആരാധനാ ജീവിതത്തെ വളരെയേറെ സഹായകമാകും. ദൈവത്തിന് കൂടുതൽ മഹത്വം നൽകുന്നതിന് അത് സഹായകമാകും. നമ്മുടെ വളർന്നു വരുന്ന ഈ തലമുറ അതിവിശുദ്ധ സ്ഥലത്തേക്ക് നോക്കിക്കൊണ്ട് അവരുടെ സ്വപ്നങ്ങൾ മെനയാനും അവരുടെ ആത്മീയത രൂപപ്പെടുത്തിയെടുക്കാനും അത് സഹായകമായി തീരുകയും ചെയ്യും. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നാം ചെയ്യുന്നതൊക്കെ സുന്ദരമാകുന്നത്, അനുഗ്രഹീതമായി തീരുന്നത് ദൈവികമായ സ്പർശനം ഉണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഇത്ര മനോഹരമായി ഈ മതബഹായും ദേവാലയവും നമുക്ക് കുറേ കൂടി വിശുദ്ധീകരിക്കാനും കുറേ കൂടി ശ്രേഷ്ഠമായി മനോഹരമാക്കി തീർക്കാനും സാധിച്ചെങ്കിൽ അത് സ്വർഗീയ മാലാഖമാരുടെ ആ ഒരു സാന്നിധ്യം കൊണ്ടും ദൈവീകമായ കൃപകൾ കൊണ്ടുമാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ വർഷം നമുക്ക് ഈ ഇടവക കൂട്ടായ്മയിൽ നിന്നും ഒരു വൈദികൻ കൂടി അഭിഷിക്തനായി തീരുന്നു എന്നുള്ളത് നമുക്ക് വളരെയേറെ സന്തോഷം പകരുന്ന ഒന്നാണ്. ആ ഒരു നിയോഗത്തിലും ആ ഒരു കൃപയിലും ദൈവത്തിന് നന്ദി പറയേണ്ടതുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി ഈ തിരുനാൾ ആഘോഷിക്കാൻ തക്കവണ്ണം നമ്മയെല്ലാം ആയുസ്സോടെ സംരക്ഷിച്ചു. ആത്മീയമായ നിറവിൽ നമുക്കൊന്നിച്ചു കൂടാനും ഈ ബലിയർപ്പിക്കാനും ഇടയായിത്തീരുന്നു. നമ്മുടെ കുടുംബങ്ങളൊക്കെ കുറേ കൂടി കൃപാപൂർണമായി തീരാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിന് നന്ദി പറയാം. നാം എല്ലാ വർഷവും ധ്യാനിക്കുന്ന ആ പുണ്യ ജീവിതമാണ് ബെഹനാൻ സഹദായുടെ ആ ജീവിതം. ഒരു രക്തസാക്ഷി എന്നുള്ള നിലയിൽ ആ പുണ്യവാനെ നാം കാണുന്നുണ്ട്. വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്ത ആ ഒരു വ്യക്തി. പക്ഷേ അതിൻ്റെ എല്ലാം പിൻപിൽ ദൈവത്തിൻ്റെ ഇടപെടലാണ്, ദൈവത്തിൻ്റെ കരുണയാണ്. നാം വിശ്വാസികളായിരിക്കുന്നെങ്കിൽ, ആ വിശ്വാസം ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ അതിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചാലേ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുടുംബം മുഴുവനും വിശ്വാസത്തിലേക്ക് കടന്നു വരാനും അതിൽ 2 രക്തസാക്ഷികൾ ഉണ്ടാവാനും ആ കുടുംബത്തിൻ്റെ സമർപ്പണത്തിൽ 40 രക്തസാക്ഷികൾക്ക് ജന്മം നൽകാനും എല്ലാം സാധിക്കുന്ന രക്തസാക്ഷിത്വത്തിൻ്റെ ആ മഹോന്നതമായ സാക്ഷ്യം നമ്മളുടെ മുമ്പിൽ ഉയർത്തി നിർത്തുന്ന ഒരു കുടുംബം എന്നുള്ള നിലയിലാണ് ബെഹനാൻ സഹദായുടെയും വിശുദ്ധ സാറായും രക്തസാക്ഷിണിയാണ് നമുക്കറിയാം. 40 രക്തസാക്ഷികളുടെയും എല്ലാം അടിമകളായിരുന്നവർ വിശ്വാസത്തെപ്പറ്റി രക്തസാക്ഷികളായിത്തീരുന്ന ആ ഒരു സംഭവങ്ങളെല്ലാം ആ ഒരു കുടുംബത്തിൻ്റെ സാക്ഷ്യമായി അതിന് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ സ്വർഗത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നു.
വിശുദ്ധ മത്തായിയിലേക്ക് ആ പ്രിയപ്പെട്ട മകനെ ബഹനാനെ നയിച്ചു. ആ സന്ദേശം സ്വീകരിക്കുന്നു. സഹോദരിയുടെ രോഗം പോലും ഒരു കൃപയായി രൂപാന്തരപ്പെടുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന രോഗങ്ങളോ ദുഃഖങ്ങളോ വ്യത്യസ്തമായ സഹനങ്ങളോ അവയൊന്നും ശിക്ഷയല്ല, മറിച്ച് ദൈവത്തിൻ്റെ വലിയ ദാനമാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതെല്ലാം ഉപരി വിശുദ്ധീകരണത്തിനോ ഉപരി മഹത്വീകരണത്തിനോ വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന മാർഗങ്ങളായി രൂപാന്തരപ്പെടുത്തണം എന്നുള്ളതാണ്. ഒരു കുടുംബത്തിൻ്റെ വിശ്വാസം പ്രഘോഷിക്കപ്പെടാൻ തക്കവണ്ണം, ആഴപ്പെടുത്താൻ തക്കവണ്ണം, രക്തസാക്ഷികളിലേക്ക് ജന്മം നൽകാൻ തക്കവണ്ണം ഒരു മാർഗമായി ഈ രോഗത്തെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തി. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ കുറവുകൾ ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളങ്ങളായിത്തീരുന്നു. ഈശോയുടെ അടയാളം എന്താണ്? ആട്ടിടയന്മാർ യേശുവിനെ തേടിപ്പോകുമ്പോൾ അവർക്ക് ഉറപ്പുള്ള അടയാളമായി നൽകുന്നത് പിള്ളക്കച്ച കൊണ്ട് പൊതിയപ്പെട്ട, കീറ്റുശീലകൾ കൊണ്ട് പൊതിയപ്പെട്ട ഒരു മകനെ സംബന്ധിച്ചാണ്. അപ്പോൾ അതാണ് അടയാളം. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ഈ കീറ്റുശീലകൾ, ശീല അനുഭവങ്ങൾ എന്ന് പറയുന്നത് അത് ദാരിദ്ര്യത്തിൻ്റെയോ രോഗത്തിൻ്റെയോ ഒറ്റപ്പെടലിൻ്റെയോ ഒക്കെ, പക്ഷേ നമ്മെ കൂടുതൽ വിനയപ്പെടുത്തുന്ന ജീവിതാനുഭവങ്ങളുടെയോ ഒക്കെ അനുഭവങ്ങളാവും. അങ്ങനെയുള്ള കീറ്റുശീലകൾ കൊണ്ട് പൊതിയപ്പെട്ടാണ് നമ്മളും നമ്മുടെ കുടുംബങ്ങളും സംരക്ഷിക്കപ്പെടുന്നത്. നമ്മുടെ മാതാപിതാക്കൾ ഇതുപോലെ അവരുടെ ജീവിതത്തെ ക്ലേശപൂർണമായ ഒരു ജീവിതത്തിന് സമർപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ദൈവകൃപകൾ കൊണ്ട് പൊതിയപ്പെടാൻ ഇടയായി തീർന്നത് എന്ന്. പരിശുദ്ധ അമ്മ ഒരു പക്ഷേ തന്നെ വസ്ത്രത്തിൽ നിന്ന് കീറിയെടുത്ത ഒരു കീറ്റുശീലയാവാം, അല്ലെ കരുതലോടെ കരുതിക ഒരു പിള്ളക്കച്ചയാവാം. അത് ദൈവിക സ്നേഹത്തിൻ്റെ ചൂട് പകരാൻ, ആ പൈതലിന് പകരാൻ തക്കവണ്ണം പര്യാപ്തമായിരുന്നു എന്നുള്ളതാണ് നാം ഓർമ്മിക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ക്ലേശത്തിൻ്റേതായ, വേദനയുടേതായ, നൊമ്പരത്തിൻ്റേതായ, ഇല്ലായ്മയുടേതായ അനുഭവങ്ങളൊക്കെ ദൈവിക കൃപയ്ക്കുള്ള മുഖാന്തരങ്ങളായി രൂപാന്തരപ്പെടുന്നു എന്നുള്ളതാണ്. ഒന്നാമതായി ഈ രക്തസാക്ഷിയുടെ കുടുംബത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇപ്പോൾ ഒരു കുടുംബം, ഒരു വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ ആ വ്യക്തിയിൽ മാത്രം അത് അവസാനിക്കുന്നില്ല. ഒരു കുടുംബത്തിൻ്റെ മാനസാന്തരത്തിന്, അമ്മയുടെയും അച്ഛൻ്റെയും എല്ലാം, ആ മാതാപിതാക്കളുടെ എല്ലാം മാനസാന്തരത്തിന് കാരണമായി. മാത്രമല്ല അവരോട് ഒത്തിടപെടുന്ന അടിമകളുടെ പോലും വിശുദ്ധീകരണത്തിനും മാനസാന്തരത്തിനും കാരണമായിത്തീരും. അപ്പോൾ എൻ്റെ വിശുദ്ധീകരണം എന്നിൽ ഒതുങ്ങാനുള്ള ഒന്നല്ല, മറിച്ച് മറ്റനേകരിലേക്ക് നീണ്ടു കിടക്കുന്ന ഒന്നാണ് എന്നുള്ളത്. അതാണ് ചുറ്റുപാടുകളെ വിശുദ്ധീകരിക്കാൻ, നമ്മുടെ പരിസരങ്ങളെ വിശുദ്ധീകരിക്കാൻ, നാം സംസർഗവുമായി ഏർപ്പെടുന്നവരെ വിശുദ്ധീകരിക്കാനുള്ള ആ ഒരു നിയോഗം കൂടി നമ്മുടെ ജീവിതത്തിലുണ്ട്. ഏറ്റവും വലിയ സാക്ഷ്യം രക്തസാക്ഷിത്വമാണ്. അതിനേക്കാൾ വലിയ സാക്ഷ്യമില്ല. അപ്പോൾ അത് ജീവിതത്തെ കൊള്ളുന്ന സാക്ഷ്യമാണ്. നമുക്ക് വാക്കുകൾ കൊണ്ട് സാക്ഷ്യം വഹിക്കാൻ സാധിക്കും, ഒറ്റപ്പെട്ട ചില കർമ്മങ്ങൾ കൊണ്ട് സാക്ഷ്യം നൽകാൻ സാധിക്കും. എന്നാൽ ഏറ്റവും വലിയ സാക്ഷ്യം രക്തസാക്ഷിത്വമാണ്. അത് യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തോടൊപ്പം അവിടെ രക്തവും ചേർക്കാനും അവിടുത്തെ ജീവിതത്തോട് ചേർത്ത് നമ്മുടെ ജീവിതത്തെ ഒരു ബലിയായി സമർപ്പിക്കാനും ഇടയായി തീരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും മഹോന്നതമായ സാക്ഷ്യമാണ് എന്നുള്ളതാണ് ഓർമ്മിക്കേണ്ടത്. അപ്പോൾ ഇന്ന് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതവും നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന സന്ദർഭമാണ്. അടുത്ത ഞായറാഴ്ചയാണ് തിരുപ്പിറവി. എന്നാൽ അതിനു മുമ്പേ തന്നെ യേശുക്രിസ്തുവിൻ്റെ ജനനം, തൊട്ടു മുമ്പുള്ള ഞായറാഴ്ച നാം നമ്മളുടെ ധ്യാനത്തിന് വിഷയമാക്കി തീർക്കുന്നു. അത് യൗസേപ്പ് പിതാവിനുണ്ടായ ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ആ കുടുംബത്തിൻ്റെ പ്രത്യേകത, യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഈ മാതാപിതാക്കൾ തയ്യാറായി എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഞാൻ സാറയുടെയും ബഹനാൻ സഗതായുടെയും കുടുംബത്തെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ
ഈ യൗസേപ്പ് പിതാവിൻ്റെ കുടുംബത്തിൻ്റെ ആ ഒരു ധ്യാനം, കുടുംബവും നമ്മുടെ ധ്യാന വിഷയമാക്കാനുള്ള ഒരവസരമായി ഈ അവസരം മാറും. ഇപ്പോൾ 5 കുടുംബങ്ങളെ സംബന്ധിച്ചാണ് നമുക്ക് യഥാർത്ഥത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നത്. ഒന്നാമത്തെ കുടുംബം അത് പിതൃപുത്ര പരിശുദ്ധാത്മാവിൻ്റെ ത്രിത്വൈക കുടുംബമാണ്. അതാണ് എല്ലാ കുടുംബങ്ങളുടെയും സമ്പൂർണമായ മാതൃക. സ്നേഹത്തിൽ നിരന്തരം ചലിക്കുന്ന ആ ഒരു കുടുംബമാണ്. അതിനെപ്പറ്റി നമുക്ക് ധാരാളം സംസാരിക്കാനുണ്ടാവും. രണ്ടാമത്തെ കുടുംബം ഇതിൽ പരാജയപ്പെടുന്ന ഒരു കുടുംബമാണ്. ആദാമിൻ്റെയും ഹവ്വായുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കുടുംബമാണ്. മൂന്നാമത്തെ കുടുംബം ഈ രക്ഷണീയമായ കുടുംബമാണ്. യൗസേപ്പ് പിതാവും പരിശുദ്ധ മറിയവും ഈശോയെ ഉൾക്കൊള്ളുന്ന ആ തിരുക്കുടുംബമാണ്. നാലാമത്തെ കുടുംബം ദൈവമക്കൾക്ക് ജന്മം നൽകാൻ യേശുക്രിസ്തു വിവാഹബന്ധത്തിലേർപ്പെട്ട സഭ എന്ന കുടുംബമാണ്. ഞാനും നിങ്ങളും സഭ എന്നുള്ളത് വല്ലപ്പോഴും വന്ന് കയറി ഇറങ്ങി പോകാനുള്ള ഒരിടമല്ല, മറിച്ച് പ്രിയപ്പെട്ടവരെ, സ്നേഹമെന്ന ഏക നിയമത്തിൽ ചരിക്കപ്പെടുന്ന, ജീവൻ പ്രാപിച്ച് നിലനിൽക്കുന്ന സജീവമായ ജൈവബന്ധം ഉൾക്കൊള്ളുന്ന ആ ഒരിടമാണ് നമ്മളുടെ സഭ. ആ സഭയുടെ പ്രാദേശികമായ സാന്നിധ്യമാണ് നമ്മുടെ ഇടവക കൂട്ടായ്മ എന്നുള്ളത്. അഞ്ചാമത്തെ കുടുംബം എന്ന് പറയുന്നത് അവിടെ ആ സ്വർഗീയമായ കുടുംബത്തെ സംബന്ധിച്ച് നാം വായിക്കുന്നുണ്ട്. നമ്മൾ വെളിപാട് പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ആ വിരുന്നുണ്ണാൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും ഈ ലോകത്തിൽ ജീവിക്കുന്നത്. ആ കുടുംബമാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. ആ സ്വർഗീയ പറുദീസായിൽ നാം അനുഭവിക്കുന്ന ആ കുഞ്ഞാടിൻ്റെ തിരുരക്തത്തോട് ചേർത്ത് രൂപീകൃതമാകുന്ന ആ മഹത്വീകരിക്കപ്പെട്ട കുടുംബം, ആ കുടുംബത്തെ ലക്ഷ്യമാക്കിയാണ് നാം പോകുന്നത്. അപ്പോൾ പരാജയപ്പെട്ട ഒരു കുടുംബത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ഒരു കുടുംബം പിറക്കുന്നു. ക്രിസ്മസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉണ്ണീശോ പിറന്നു എന്നുള്ളതല്ല, അത് മാത്രമല്ല, പൂർണ്ണമാകുന്നില്ല. മറിച്ച് ഒരു കുടുംബം പിറന്നു, അതാണ് രക്ഷണീയമായൊരു കുടുംബം പിറന്നു എന്നുള്ളതാണ്. ഇനി നമ്മളുടെ എല്ലാം മാതൃക ഈ കുടുംബമാണ്. ഈ കുടുംബത്തിൽ പുൽക്കൂടൊരു കുടുംബമായി രൂപാന്തരപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അവർ പരസ്പരം പൂർണ്ണമായി സമർപ്പിക്കാൻ തയ്യാറാവുകയും ദൈവഹിതത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കുകയും ദൈവപുത്രനെ ഏറ്റുവാങ്ങാൻ തയ്യാറാവുകയും ചെയ്തതിലൂടെയാണ് ആ കുടുംബം വിശുദ്ധ കുടുംബമായി രൂപാന്തരപ്പെടുന്നത്. ഈ കുടുംബത്തിൻ്റെ മാതൃകയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അവിടെ എത്തുന്നവരെല്ലാം കണ്ടത് ശിശുവിനെ മാത്രമല്ല. അപ്പോൾ ഈശോയെ കാണാൻ പോയവർ കണ്ടതെന്താണ്? മറിയത്തോടും യൗസേപ്പിനോടുമൊപ്പം യേശുവിനെ കണ്ടു വണങ്ങി എന്നാണ് വായിക്കുന്നത്. ഒരപ്പനെയും ഒരമ്മയെയും. അപ്പോൾ ഇവിടെ ഒരു ശിശു പിറക്കുക മാത്രമല്ല, ഒരപ്പനും അമ്മയും കൂടി പിറക്കുകയാണ്. അവിടെ ഒരു കുടുംബം പിറക്കുകയാണ്. ആ കുടുംബത്തിൻ്റെ പ്രത്യേകതകളാണ് നാം വായിക്കുന്നത്. അവിടെയുള്ള ഭർത്താവിൻ്റെ സ്വഭാവം എന്താണ്? ആ നീതിമാനായിരുന്നു എന്നുള്ളതാണ്. ആ കുടുംബത്തിൻ്റെ പിതാവ് നീതിമാനായിരുന്നു. 2, അവിടെ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ സവിശേഷതകളെല്ലാം ആവിഷ്കരിക്കുന്നൊരു വാക്കുണ്ട്. അവളെ അവമാനിതയാക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഭർത്താവ്. അതിനുവേണ്ടി രക്തസാക്ഷിയാകാനും തയ്യാറാകുന്ന ഒരു ഭർത്താവിനെയാണ് നമുക്കിവിടെ കണ്ടെത്താൻ സാധിക്കുന്നത്. അതുപോലെ മകനു വേണ്ടി ഏത് റിസ്ക്കും എടുക്കാൻ തയ്യാറാകുന്ന, സംരക്ഷിക്കാൻ വേണ്ടി ഏത് റിസ്ക്കും എടുക്കാൻ തയ്യാറാകുന്ന ഒരു പിതാവിനെയാണ് നമ്മുടെ കാണുന്നത്. ആ പിതാവിൻ്റെ പ്രത്യേകത എന്താണ്? ആ പിതാവ് ഈ മകനെപ്പറ്റിയും കുടുംബത്തെപ്പറ്റിയുള്ള സ്വർഗീയ ദർശനങ്ങൾ സ്വീകരിക്കാൻ തക്കവണ്ണം സ്വർഗത്തോട് തുറവിയുള്ള ഒരു പിതാവാണ്. അതാണ് യഥാർത്ഥത്തിൽ ഒരു രക്ഷണീയമായ കുടുംബത്തിൻ്റെ അടയാളമായി നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. മാതാപിതാക്കൾ, ദൈവം വെളിപാടുകൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നൽകുന്നത് ആരെങ്കിലും കൗൺസിലേഴ്സിലൂടെയല്ല,
അവരിലൂടെയൊക്കെ തന്നു എന്ന് വരാം. യഥാർത്ഥത്തിൽ ദൈവാലോചന സ്വീകരിക്കേണ്ടത് മാതാപിതാക്കളാണ്. മക്കളെപ്പറ്റിയുള്ള സ്വർഗീയമായ ആ വെളിപാടുകൾ സ്വീകരിക്കേണ്ടത് മാതാപിതാക്കളാണ്. ഈ മാതാപിതാക്കൾ അങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ഓർമ്മിക്കണം. അവിടുത്തെ അമ്മയോ, ആ അമ്മ പരമപരിശുദ്ധയായ അമ്മയാണ്, നിർമ്മലയായ അമ്മയാണ്. ആ അമ്മ സ്വയം എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നവളാണ്. അവിടെ പിറന്നു വീണ മകനോ മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിക്കുന്ന ഒരു മകനാണ്. ഇതാണ് ഈ തിരുക്കുടുംബം. ഈ തിരുക്കുടുംബത്തെ ആവിഷ്കരിക്കാൻ വേണ്ടി കൂടിയാണ് മിസ് ഔസേപ്പ് പിതാവിനുണ്ടായ ദർശനം ഇന്ന് നമ്മളെ ധ്യാന വിഷയമാക്കി തീർക്കുന്നത്. ഈ രണ്ട് കുടുംബങ്ങളെയും താരതമ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ബഹനാൻ സഹദായിയുടെ കുടുംബവും അതുപോലെ തന്നെ മിസ് ഔസേപ്പ് പിതാവിൻ്റെ കുടുംബവും. ഈ കുടുംബത്തിൻ്റെ തുടർച്ചയാണ് രക്ഷണീയമായ ഓരോ കുടുംബങ്ങളും എന്നുള്ളതാണ്. ഓരോ ക്രൈസ്തവ കുടുംബവും യഥാർത്ഥത്തിൽ ഈ നസറത്തിലെ തിരുക്കുടുംബത്തിൻ്റെ തുടർച്ചയാണ് എന്ന്, അവിടെ പിറക്കുന്നതും വളരുന്നതും യേശുവാണ് എന്നുള്ളതാണ്. നമ്മുടെ കുടുംബങ്ങളിൽ യേശു വളരുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിന് രക്തസാക്ഷിത്വം, വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷികളാകാനും, രക്തസാക്ഷിയാകുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കുക എന്നുള്ളതാണ് അർത്ഥം. എപ്പോഴും കൊല ചെയ്യപ്പെടണമെന്നില്ല. വിശ്വാസത്തിന് മുൻഗണന നൽകി, പ്രയോറിറ്റിയിൽ ഒന്നാം സ്ഥാനം നൽകി, അതിനെന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാകുക. ജീവൻ ബലി കഴിക്കണമെങ്കിൽ ജീവൻ ബലി കഴിക്കാൻ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസം ജീവിക്കാൻ ഈ തിരുനാൾ സഹായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും, ഓരോ കുടുംബത്തെയും, ഇവിടെ കുഞ്ഞു കുട്ടികൾ മുതൽ ഇന്ന് രോഗശയ്യയിൽ മരണം പാർത്തു കിടക്കുന്നവർ വരെ എല്ലാവരെയും ഈ വിശുദ്ധ കുർബാനയൊന്ന് അർപ്പിക്കാം. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഇന്ന് പുലർച്ചയ്ക്ക് പൂങ്കാവ് ഇടവകയിലെ കുടുംബം ഒന്നാകെ അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞു. 4 പേരുടെ മരണമാണ് ഇന്ന് പുലർച്ചയിൽ നമ്മെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായി കടന്നു വന്നത്. ഒരു കുടുംബം വലിയ പ്രതീക്ഷയോടെ കുടുംബജീവിതം ആരംഭിച്ചതാണ്. 30-ാം തീയതി വിവാഹിതരായ ദമ്പതികൾ അവർ എയർപോർട്ടിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അവരുടെ പെൺകുട്ടിയുടെ പിതാവും ആൺകുട്ടിയുടെ പിതാവും ഭാര്യയും ഭർത്താവും ഇന്ന് പുലർച്ചെ അപകടത്തിൽ മരണമടാൻ ഇടയായി. അതും ഒരു കുടുംബമാണ്. ഇന്ന് ആ സഭയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബം. ആ കുടുംബത്തെയും നമുക്കിന്ന് ഈ വിശുദ്ധ കുർബാനയിൽ ഓർമ്മിച്ച് പ്രാർത്ഥിക്കാം.